ചൂരനെല്ലിയിലെ മാരിയെ കൊലപ്പെടുത്തിയ കാട്ടാന ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുകയാണ്. 301 കോളനി ഭാഗത്തു നിന്ന് കാട്ടാന ഉള്ളതായാണ് വിവരം. RRT വിഭാഗത്തിന് ഇതുവരെ ആനയെ തുരത്താൻ കഴിഞ്ഞിട്ടില്ല. മഴയും കാറ്റുമുള്ളതിനാൽ ആളുകൾ ജാഗ്രത പാലിക്കണമെന്നും RRT അധികൃതർ അറിയിച്ചു. ഇന്നലെ കൊല്ലപ്പെട്ട മാരിയുടെ പോസ്റ്റ്മോർട്ടം പുരോഗമിക്കുകയാണ്. നഷ്ടപരിഹാരം ഇന്ന് പ്രഖ്യാപിച്ചില്ല എങ്കിൽ യുവതിയുടെ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്ന നിലപാടിലാണ് ബന്ധുക്കൾ. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, ഈ കാട്ടാനക്കൂട്ടത്തെ അവിടെ നിന്ന് തുരത്താൻ കഴിയാത്തത് വലിയ ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമാണ്. ഇപ്പോഴും അക്രമാസക്തമായ ഒരു ആനക്കൂട്ടം നിലയുറപ്പിക്കുന്നു. അതുവഴി ആർക്കും പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും വലിയ ആശങ്ക. അതിനൊപ്പം നഷ്ടപരിഹാര പ്രഖ്യാപനമില്ലെങ്കിൽ പ്രതിഷേധമെന്ന നാട്ടുകാരുടെ പ്രഖ്യാപനവും. മാധു, ഈ മാരിയെ കൊലപ്പെടുത്തിയ കാട്ടാന ഇന്നലെയും ജനവാസ മേഖലയിൽ തന്നെ തുടരുകയായിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും ഈ പ്രദേശത്ത് ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. രാവിലെ തന്നെ RRT സംഘം ഈ കാട്ടാനകളെ തുരത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത്രയും സമയമെടുത്തിട്ടും ഈ പടക്കം പൊട്ടിച്ചിട്ടും ഈ കാട്ടാന ജനവാസ മേഖലയിൽ നിന്നും പിന്തിരിയാൻ തയ്യാറാകുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ വലിയ രീതിയിൽ ആശങ്കയിലാണ്. ഒരു ജീവൻ, അവരുടെ ഉറ്റവരും ഉടയവരുമായ ആളുകളിൽ ഒരാളാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു വേദനയിൽ തന്നെയാണ് നാട്ടുകാരെല്ലാവരും തന്നെ ഉള്ളത്. അതിനിടയിലാണ് അക്രമകാരിയായ കാട്ടാനകൾ ആ പ്രദേശത്ത് തുടരുന്നത് എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇടുക്കി മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്ക് മുന്നിലെ ദൃശ്യങ്ങളാണ്. മാരിയുടെ പോസ്റ്റ്മോർട്ടം പരിശോധന പൂർത്തിയായിട്ടുണ്ട്. ഉടൻ തന്നെ മൃതദേഹം പുറത്തേക്ക് ഇറക്കും. ബന്ധുക്കളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നഷ്ടപരിഹാരം സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം ആയിട്ടില്ലെങ്കിൽ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്ന് അവർ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ബന്ധുക്കളും ആംബുലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. അടിയന്തരമായിട്ടുള്ള നഷ്ടപരിഹാരം 5 ലക്ഷം രൂപ 2 കുട്ടികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകുകയും ചെയ്തിരുന്നു. ബാക്കിയുള്ള നഷ്ടപരിഹാരം നൽകുന്നതിലാണ് ഇതുവരെയും തീരുമാനമാകാത്തത്. അതേസമയം ജില്ലാ ഭരണകൂടം സർക്കാരിലേക്ക്, വനംവകുപ്പുമായി ബന്ധപ്പെട്ട് സർക്കാരിലേക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഈ പണം കൈമാറുന്നതിൽ കാലതാമസം ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് വാക്കാൽ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ അവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ഇന്നലെ ഉണ്ടായതിന് സമാനമായിട്ടുള്ള പ്രതിഷേധം ഇന്നുണ്ടാകാൻ സാധ്യതയില്ല. എന്തായാലും ഇന്നലെ ആ ചർച്ചകൾ വൈകിയ സാഹചര്യത്തിലായിരുന്നു ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം പരിശോധനകൾ ഇന്നലെ നടക്കാതിരുന്നത്. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ 10 മണിക്ക് ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം പരിശോധനകൾ നടത്തുകയും അല്പസമയത്തിനുള്ളിൽ മൃതദേഹം കുടുംബത്തിന് കൈമാറാൻ. ഈ കാട്ടാനക്കൂട്ടം ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുകയാണ് എന്നുള്ളതാണ് ആ മേഖലയിലെ ഏറ്റവും വലിയ ഭീതിയായി ഇപ്പോഴും തുടരുന്നത്. അതിനൊപ്പം ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയാകും. മാരിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയാകും. നഷ്ടപരിഹാര പ്രഖ്യാപനം ഇന്നുണ്ടാകണം, അല്ലെങ്കിൽ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്.